ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഈ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഞാനിവിടെ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് മസാലയാണ്. അതിലേക്കുള്ള 2 ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഒരു വലിയ ഉരുളൻകിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാളയും ഒരു 10-20 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4-5 പച്ചമുളകും ഒരു തക്കാളിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ബീട്രൂട്ടും നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അതേപോലെ തന്നെ ഉരുളൻകിഴങ്ങും ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കുക്കർ നമുക്ക് അടച്ച് വെച്ച് ഒരു 6 വിസിൽ വരുന്നത് വരെ വേവിക്കാം. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 6 വിസിൽ വന്നപ്പോൾ തന്നെ എൻ്റെ ബീട്രൂട്ട് ഇവിടെ വെന്ത് വന്നു. ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു ചീനച്ചട്ടി എടുത്ത് വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്ത നമ്മുടെ സവാള നമുക്കൊന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സവാള വഴണ്ടി കിട്ടാനായി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 2 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ സവാള ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 കഷ്ണം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും 4 പച്ചമുളക് മാത്രമാണ് ഞാനിവിടെ ചതച്ച് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് 2 സെക്കൻഡ് അടച്ച് വെക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാൻ. നന്നായി ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എരിവ് കുറവുള്ള മുളകായതിനാലാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി ഇതിൻ്റെ മണമൊക്കെ പോയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായി വാടി വരേണ്ടതുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. തക്കാളി ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വെന്ത് വന്ന നമ്മുടെ ബീട്രൂട്ടും ഉരുളൻകിഴങ്ങും നമുക്കൊന്ന് ചേർക്കാം. നന്നായി ഇതൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. മസാല എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന വിധത്തിൽ നമുക്ക് ഇതൊരു 2 സെക്കൻഡ് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിത് ഈ തവി വെച്ച് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. വളരെ രുചികരമായ ഒരു ബീട്രൂട്ട് മസാലയാണിത്. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പത്തിൻ്റെ ഒപ്പവും ചോറിൻ്റെ ഒപ്പവും പൊറോട്ടക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു രുചിയുള്ള റെസിപ്പിയാണിത്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ രുചികരമായ ഈ ബീട്രൂട്ട് മസാല ഞാൻ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ ബൈ.